സെറ്റ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകും. ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. ഓക്കെ, പോകുന്ന വഴി കാണാം. ഈ ഇന്തോനേഷ്യയിലും അല്ലെങ്കിൽ ബാലിയിലൂടെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്ന ഫീൽ എന്താണോ അതേ സെയിം ഫീലാട്ടോ കിട്ടുന്നത്. നോക്കി അങ്ങ് ദൂരെ നല്ല തെങ്ങും വാഴയും പിന്നെ ഈ ഒരു പറമ്പൊക്കെ കാണുമ്പോൾ അതിനിടയിലൂടെ ഈ റോഡൊക്കെ കാണുമ്പോൾ സെയിം നമ്മുടെ നാട് പോലെ തന്നെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വഴിയുടെ രണ്ട് സൈഡ് നോക്കിയാൽ നിങ്ങൾ ശരിക്കും ഞാനിപ്പോൾ കേരളത്തിലൂടെ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ, സെയിം അതേപോലെ തന്നെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഫിൻസ് ബീച്ച് ക്ലബിൻ്റെ മുമ്പിലെത്തിയ ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഫിൻസ് ക്ലബിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ ഗണപതി ഉണ്ട് കേട്ടോ. ഫിൻസ് ബീച്ച് ക്ലബ് വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇതേപോലത്തെ ഒരു ബീച്ച് ക്ലബിലൊക്കെ വരുന്നത് ലൈഫിൽ. ഇവിടെ വന്ന വേറൊരു ആംബിയൻസിനാണ് അടിപൊളി. നോക്കിയാൽ ആൾക്കാർ മൊത്തം എൻജോയ് ചെയ്യുക കേട്ടോ. പാട്ട് കേട്ട് കുറേ പേര് പൂളിൽ ഇറങ്ങി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് വൈബ് ചെയ്ത് ഇരിക്കുക കേട്ടോ. അത്രയ്ക്കും അടിപൊളി പ്ലേസ് ആട്ടോ ഇത്. ഈ ഫിൻസ് ബീച്ച് ക്ലബിനകത്തേക്ക് വരാൻ നമുക്ക് ഫീസ് ഒന്നും ഇല്ല കേട്ടോ, എൻട്രി ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഇവിടെ 3 പൂളുകളും 11 ബാറുകളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് പൂളിലൊക്കെ ഇറങ്ങാം, അതൊക്കെ ഫ്രീ ആണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു വർഷം ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകളാട്ടോ ഈ ഒരു ഫിൻസ് ബീച്ച് ക്ലബ്ബിൽ സന്ദർശിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഫിൻസ് ബീച്ച് ക്ലബ്ബിൽ ഭയങ്കര അടിപൊളി വൈബ് കേട്ടോ. അവിടെ ഫയർ വർക്ക്സും ഭയങ്കര DJയും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും 7 മണിക്ക്. അതേപോലെ തന്നെ ഇത് അഡൾട്ട്സ് ഓൺലി ബീച്ച് ക്ലബ്ബാണ്. അതായത് 18 വയസ്സ് പ്രായപൂർത്തിയാവാത്ത ആളുകൾക്ക് ഇവിടെ എൻട്രൻസ് ഇല്ല. അപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾക്ക് മാത്രമേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാങ്കു ഏരിയയിലാട്ടോ, അതായത് ബെരാവ ബീച്ചിലെ ചാങ്കു ഏരിയയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ബീച്ച് ക്ലബ് എക്സ്പീരിയൻസസ് ഇൻ ദ വേൾഡ് എന്നാണ് ഈ ഫിൻസ് ബീച്ച് ക്ലബിനെ ആക്ച്വലി പറയപ്പെടുന്നത്.